ബിഗ് ബോസിൽ നിന്ന് അപ്സര ഔട്ടായതിൻ്റെ മെയിൻ കാരണം അപ്സരയുടെ ഹസ്ബൻഡ് തന്നെയാണ്. കാരണം അപ്സര ഔട്ടാവുന്നതിന് ഒരാഴ്ച മുന്നേ ഹസ്ബൻഡ് വന്നിരുന്നിട്ട് പറയാണ് അപ്സര ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി. അപ്പോൾ അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം എന്തായിരിക്കാം? ഇതുവരെ അപ്സരയ്ക്ക് ഇതുവരെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഔട്ടായി എന്ന് സ്വന്തം ഹസ്ബൻഡ് തന്നെ പറയുമ്പോൾ ആ വോട്ട് ചെയ്യുക നിർത്തി അടുത്ത ആളിന് വോട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ വോട്ടിങ്ങിൽ അപ്സരയുടെ സ്ഥാനം ഏറ്റവും ലാസ്റ്റ് ആവും. അത് തന്നെയായിരിക്കും ഇവിടെ നടന്നത്. കാരണം എന്ന് വെച്ചാൽ അപ്സര ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് എവിക്റ്റ് ആയി എന്ന് പറയുമ്പോൾ അപ്സര പറയുന്നുണ്ട് ഞാൻ അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഞാൻ പോവില്ല എന്നാണ് വിചാരിച്ചത്. കാരണം ഫൈനൽ 10 പോലും ആയിട്ടില്ല, ടോപ്പ് 10 പോലും അപ്സര ഇല്ല എന്ന് ഓർക്കണം. അങ്ങനെ ഒരു മത്സരാർത്ഥിയാണ്. അപ്പോൾ അപ്സര ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഔട്ടാവുന്നത് എന്ന് എനിക്കറിയില്ല. ഇനി എനിക്ക് പുറത്തിറങ്ങിയിട്ട് വേണം അതറിയാൻ ഏത് റീസണിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. സോ അത് വേറെ ഒരു റീസണും അല്ല, സ്വന്തം ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡ് വന്നിരുന്ന് പറയുകയാണ് അപ്സര ഔട്ടായി. അപ്പോൾ എന്തിനാണ് വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞത് അപ്സരയ്ക്കെതിരെ? കാരണം ഒരാഴ്ച മുന്നേ എന്താണ് ഹസ്ബൻഡ് പ്രെഡിക്റ്റ് ചെയ്തു അപ്സര അടുത്ത ആഴ്ച ഇവിടെ നിന്ന് എവിഷൻ ഇറങ്ങുമെന്ന്? ഒരിക്കലുമില്ല, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം വോട്ടിംഗ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ അപ്സരയുടെ ഹസ്ബൻഡ് കളിച്ച ആ ഒരു കളിയിൽ അപ്സരയിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. എന്തായാലും അപ്സരയ്ക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ അറിയാൻ കഴിയും എന്തുകൊണ്ടാണ്. എടുത്ത് പറയുന്നുണ്ട് എന്ത് റീസൺ, ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് ആ വീട്ടിലുള്ള എല്ലാവർക്കും ഡൗട്ട് തന്നെയാണ്. അതുപോലെ അപ്സരയ്ക്കും ഡൗട്ടുണ്ട്, നമുക്കും ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര വിഷമത്തിലാണ് പോയിട്ടുള്ളത്. പോകാനേ തോന്നിയില്ല എന്ന് പറയുന്നവർ. പക്ഷെ ഇപ്പം പോവേണ്ട ആളല്ലായിരുന്നു, തീർത്തും ഇപ്പം പോവേണ്ട ആളല്ലായിരുന്നു. കാരണം പോവേണ്ടവർ വേറെ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.